ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിക്ക ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ എൻ്റെ പ്രീ മാർക്കറ്റ് കണ്ടവർക്ക് കാരണം മിനിയാന്നിനേക്കാളും ഇന്നലെ കണ്ടവർ കുറവാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. ഇന്നലെ എൻ്റെ പ്രീ മാർക്കറ്റ് കണ്ടവർക്ക് ഇന്ന് സുന്ദരമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ അവസരങ്ങൾ അവർക്ക് കൃത്യമായി ഉണ്ടായിരുന്നു. ന്യായമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി എടുത്ത് നിങ്ങൾക്ക് മാറി നിൽക്കാനുള്ളൊരവസരം കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് യൂട്ടിലൈസ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇന്ന് അത് യൂട്ടിലൈസ് ചെയ്തവർ ഇതിൻ്റെ താഴെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റുകൾ വളരെ കുറവാണ്. അപ്പം നിങ്ങളുടെ ലൈക്കുണ്ട്, ലൈക്കുകളും കമൻറ്റുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. യൂട്യൂബ് തന്നെ ഇത് മറ്റുള്ളവരോട് എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ നടക്കത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പം കൃത്യമായി അത് വാച്ച് ചെയ്ത് പഠിച്ചവർക്കും പിന്നെ ഇന്ന് രാവിലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ വെരി ക്ലിയർ ആയിരുന്നു. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത്, ഓക്കെ, ഓപ്പൺ ചെയ്ത് അതിന് ടോപ്പ്, ആ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ടോപ്പ് നിങ്ങൾ ഒരു ലൈൻ വരച്ചിടണം. ഓക്കെ, അതിനുശേഷം അവിടുന്ന് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൃത്യമായി ആദ്യം അതുപോലെ ഞാൻ പറഞ്ഞു 190 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത്. ഓക്കെ, 190 പോയിൻ്റ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അഥവാ നമുക്ക് മുകളിലോട്ട് ഒരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ പിന്നെ നമുക്കൊരു ഫർദർ റാലി ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരുമെന്ന് വെരി ക്ലിയർ ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പലരും പറയുന്നു നമ്മുടെ ഗ്രൂപ്പ് ഫുള്ളായി. ഇപ്പോൾ രണ്ടാമതൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം, നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർ മാത്രം അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, മറ്റിടത്താണെങ്കിൽ ഏകദേശം 90 പേരോളം പെൻഡിങ് നിൽപ്പുണ്ട്. ഒരു നിർവാഹവും ഇല്ല അതിനകത്തിൽ ജോയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കേ, കറക്റ്റായിട്ട് മാർക്കറ്റ് താഴെ വന്നു, വീണ്ടും റീട്രേസ് ചെയ്തില്ലേ, ആ പോയിന്റ് തന്നെ എത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വീണ്ടും ഇപ്പോൾ ഒരു റീടെസ്റ്റ് പോലെ എത്തിയില്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇല്ലേ. ഇവിടുന്ന് എത്ര പേര് ട്രേഡ് എടുത്തെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ വരുമ്പം ഇറങ്ങാൻ പറഞ്ഞായിരുന്നു ഇല്ലേ. ഇവിടെ തന്നെ കിട്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു 10, 60, 70 പോയിൻറ്റോളം നമുക്ക് ഇവിടം വരെ കിട്ടി ഇല്ലേ. പിന്നെയും മാർക്കറ്റ് റീട്രേസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് പോയി. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ഫോള് കിട്ടി. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മുടെ ലെവൽ കൃത്യമായി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്ലൂ ലൈനിലൂടെ വരച്ചിട്ടിരുന്നില്ലേ, മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയതിന് ശേഷം മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കറിയാം. പ്രൈസ് ആക്ഷൻ കൃത്യമായി പഠിച്ചവർക്ക് ഒന്നും പറയണ്ട, കണ്ണടച്ച് ട്രേഡ് എടുക്കാമായിരുന്നു. എന്താ സംഭവിച്ചവിടെ, നമ്മുടെ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയ ശേഷം റീടെസ്റ്റ് ചെയ്തു ഇല്ലേ. കണ്ടോ, റീടെസ്റ്റ് ചെയ്ത് നേരെ താഴെ പോയി. അപ്പോൾ ഈ റീടെസ്റ്റിൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് അറിയാം, ഈ റീടെസ്റ്റ് കണ്ട് ട്രേഡ് എടുത്തവർക്ക് അവർക്ക് ഇത്രയും പോയിന്റ്, 237, 127, ഏകദേശം ഇവിടെയും കിട്ടിയ ഒരു 110 പോയിന്റ്, 100 പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ നിങ്ങൾക്ക് കിട്ടി. അതിനുശേഷം എന്താ നോക്കിക്കേ, നമ്മളുടെ 24, 127 കൃത്യമായിട്ട് വന്ന് സപ്പോർട്ട് ഇട്ട്. എന്ത് പെർഫെക്റ്റാന്ന് നോക്കിക്കേ. നമ്മുടെ ഈ ലൈനല്ല, നമ്മുടെ ചാർട്ടുകളെല്ലാം എന്ത് പെർഫെക്റ്റാണ് നോക്കിയേ. തിരിച്ച് കയറി വീണ്ടും ഇവിടെ താഴെ വന്നു, നമ്മുടെ ലൈൻ റെസ്പെക്റ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും താഴെ വന്നു ഇല്ലേ. താഴെ വന്നതിന് ശേഷം ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു, ഇവിടുന്ന് റീട്രേസ് ചെയ്തു. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ കാണിച്ചപ്പോൾ നമ്മുടെ എന്താ ക്രൈറ്റീരിയ, ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 75% എങ്കിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടണം. അതാ നോക്കിക്ക്, കൃത്യമായിട്ട് നമുക്കിവിടെ ക്ലോസിങ് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ ട്രേഡ് എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൽ തൊട്ട് താഴെ തന്നെ, ന്യായമായ ഒരു സഹിക്കബിൾ സ്റ്റോപ്പ് ലോസ്. അതിനുശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈ പ്രൈസ് എസലിട്ട് കഴിഞ്ഞാലും അടിക്കാതെ തന്നെ നിങ്ങൾക്ക് ന്യായമായ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടം വരെ മതി. ഇവിടം വരെ മതി, ഒത്തിരി ഒന്നും പോകേണ്ട കാര്യമില്ല. ഇവിടം വരെ അടുത്ത നമ്മുടെ ടാർഗറ്റ് വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 110 പോയിന്റ് കിട്ടി, ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് 110 പോയിന്റ് കിട്ടി ഇല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടി 100 പോയിന്റ്. അതിനുശേഷം നോക്കി അടുത്ത പ്രൈസ് ആക്ഷൻ മാർക്കറ്റ്. അതിനുശേഷം ഇവിടെ വന്നു, റിജക്ഷൻ വന്നു, നേരെ മാർക്കറ്റ് തിരിച്ചു പോയി വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്തു അല്ലേ.
വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. നോക്കിക്കേ, ഇവിടെയും ഓപ്പർച്യൂണിറ്റി, റീടെസ്റ്റ് കണ്ട് ട്രേഡ് എടുത്തവർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പം 4 ട്രേഡ്, 1, 2, 3, 4 ട്രേഡ് ഉണ്ടായിരുന്നു. ഈ 4 ട്രേഡും എടുക്കുന്നവരാരായിരുന്നു? പ്രൈസ് ആക്ഷൻ പഠിച്ചവർ മാത്രം. പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് മാത്രമേ ഈ ട്രേഡ് കണ്ടെത്തി അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് പ്രൈസ് ആക്ഷൻ സീരീസ് പഠിക്കുക. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. നിങ്ങളോട് സൗകര്യമുള്ളവർ, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പോയി കാണുക. ഇതിൻ്റെ അവസാനം തന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ അത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ. താല്പര്യമുള്ളവർ കാണുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം കൃത്യമായിട്ട് നമ്മൾ വരച്ച ലെവലുകളൊക്കെ എന്ത് ചെയ്തു? വളരെ കൃത്യമായി ലെവൽ ചെയ്തു. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, അത് നമുക്ക് ഉപകാരപ്പെടും. അത് മാത്രമല്ല, അതിനുശേഷം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹാൻഡ് ഷോൾഡർ. ഇത് ഞാനല്ല, നമ്മുടെ പ്രൈസ് ആക്ഷൻ കണ്ട് പഠിച്ച ഒരു മെമ്പർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നത്, സാർ ഇതൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ എന്ന് എനിക്ക് മെസ്സേജ്. ഞാൻ പറഞ്ഞു ഞാനത് നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യുകയും ചെയ്തു അല്ലേ. അത് നോക്കിക്കേ, നേരെ വന്നു ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഈ വലത്തെ ഷോൾഡറിന് ശകലം വീക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി നീണ്ടുപോയി, എങ്കിലും അത് വർക്ക് ചെയ്തു അല്ലേ, വർക്ക് ചെയ്തു എന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയും അത് കണ്ടുപിടിച്ചവർക്കും അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണോ പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചാർട്ടിനെ മുതലാക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ചാർട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമുക്ക് അതിൽ ട്രേഡ് എടുത്ത് വിജയിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. അല്ലാതെ നിങ്ങൾ ഒത്തിരി സ്ട്രാറ്റജിയുടെ പുറകെ ഒന്നും പോയിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി നാളെ എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ ഓക്കെ, അത് അടുത്ത് പറഞ്ഞു തരാം. അപ്പം ഇനി അടുത്ത് നമുക്ക് നാളെ എന്ത് സംഭവിക്കുമ്പോൾ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തെങ്കിലും, ഇവിടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും മാർക്കറ്റ് ഇവിടെ അല്ല ക്ലോസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് ഇവിടെയാണ്, ഏകദേശം 328. ഇത് 300-ലാണ് ഇവിടെ ക്ലോസിങ് കാണിക്കുന്നതെങ്കിലും 328-ലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ മേജറായിട്ട് ഇനിയിപ്പം നമുക്ക് ഈ ലൈനുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ലൈനുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ലൈനുകൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കി പഠിച്ചോ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈന്, ഇനിയിപ്പോൾ ഈ ലൈൻ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലൈൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഇവനെ നമുക്ക് കുറച്ച് മേലോട്ട് കയറ്റും. ഇത് ഇത്രയും മതി, ഇതിങ്ങനെ നിൽക്കട്ടെ. ഇതാണ് നമുക്കൊരു ബോട്ടം റേഞ്ച് ലൈൻ, നമ്മുടെ ടോപ്പ് റേഞ്ച് ലൈൻ. ഇതിങ്ങനെ തന്നെ, അതിന് യാതൊരു മാറ്റവും ഇല്ല, അതും ബ്ലൂ ആണ്. അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. നാളെയും ഒരു പക്ഷെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇപ്പം ഡൗ ജോൺസ് 800 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. അത് 1000 പോയിൻ്റായി. ഡൗ ജോൺസ് 1000 പോയിൻ്റ് ഓൾറെഡി ഇപ്പം 1000 പോയിൻ്റ് ഓടിക്കൊണ്ടിരിക്കാൻ. നാസ്ഡാക്ക് ഏകദേശം ഒരു 10-600 പോയിൻറ്റും 550 പോയിൻറ്റിന് അടുത്തെങ്ങാണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നാളെ ഒരു ഭീകര ഗ്യാപ്പ് അപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ, ക്യാപ്ഷനിൽ ഞാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ക്യാപ്ഷനിൽ ഞാൻ പറഞ്ഞത് നമ്മളുടെ മാർക്കറ്റ് സ്ട്രോങ് ആണ്, നമ്മൾ സ്ട്രോങ് ആണ്. ഓക്കെ, തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ്. ഗ്ലോബലൊക്കെ പൊട്ടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുമ്പോഴൊക്കെ നമ്മുടെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതിന് കാരണം ഇന്നത്തെ ഇപ്പോൾ FISന്റെ ഡേറ്റ വന്നു. ഇന്നും അവർ 3000 കോടിക്ക് മുകളിൽ അവർ വാങ്ങിച്ചു. കഴിഞ്ഞ 6 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് FIS ബൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മാർക്കറ്റ് ഒരു എമർജിങ് മാർക്കറ്റാണ്. നമ്മുടെ മാർക്കറ്റിൽ FISന് വിശ്വാസം വന്നു തുടങ്ങി. ഓക്കെ, അത് മാത്രമല്ല, നമ്മുടെ ഡോളർ ഇൻഡെക്സ്, ഡോളർ ഇന്ത്യൻ റുപ്പിയുമായിട്ട് വളരെയധികം
ശക്തിയായി. 84 ചില്ലറയെങ്ങാണ്ടായിട്ടുണ്ട്. 88 വരെ പോയ ഇന്ത്യൻ റുപ്പിയാണ്. അത് 84 വരെയായി. അപ്പം അതിനർത്ഥം FII നമ്മുടെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം സ്ട്രോങ് ആണ്. അതുമാത്രമല്ല, പോയ FIIs നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോൾ എന്ന് FIIസിന് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ 6 ദിവസമായിട്ട് കണ്ടിന്യൂസ് അവർ ഇത്രയൊക്കെ നെഗറ്റീവ് ഗ്ലോബലി ഉണ്ടായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ബൈ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം FIIs തിരിച്ചു വന്നുകൊണ്ടാണ്. അവർക്ക് കോൺഫിഡൻറ്റ് വന്നു. ഒരു കോൺഫിഡൻറ്റ് ബൈ ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഇതിനിടയ്ക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അത് സ്വാഭാവികമാണ്. അപ്പം ഒരുത്തം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടേ, അത് സ്വാഭാവികം, അത് വരും. അപ്പം പക്ഷേങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ബൈ സൈഡ് തന്നെയാണ് ഇപ്പം. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ അടുത്ത നാളത്തെ ഇൻട്രാഡേ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ലെവലുകൾ പോകുന്നത്. അപ്പോൾ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് വെച്ചാൽ ബ്രേക്ക് ചെയ്യണം, ഇല്ലേ? ഇല്ലെങ്കിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 24,508 ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ്. 24,508 അത് മാർക്ക് ചെയ്തിടുക. അതിനുശേഷം അടുത്തത് 24,800. ഈ 2 ടാർഗറ്റാണ് നമുക്കുള്ളത്. 24,800ഉം 24,508ഉം. അപ്പം ഇതിന് ഈ 24,360 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത്തെ കൂടെ തന്നെ എന്ത് സംഭവിക്കും നോക്കുക. ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ചു പോവുമോ, അല്ലെങ്കിൽ നേരിട്ട് പോവുമോ, അങ്ങനെയാണെങ്കിൽ 24,508 ബ്രേക്ക് ചെയ്യുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് നിഫ്റ്റിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനോട് ക്ലബ് ചെയ്ത് തന്നെ എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇരുന്നൊരു കാര്യമായിട്ട് പറയണേ. അപ്പോൾ ഞാൻ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തവരോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, നിങ്ങൾ HDFCയെയും ICICIയെയും കോട്ടക് ബാങ്കിനെയും കൃത്യമായി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ എന്ന് പറഞ്ഞു. പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഏകദേശം HDFCയും ICICIയിലും കോട്ടക്കിലും നല്ലപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തില്ല, പെർഫോം ചെയ്തില്ല. നമ്മുടെ നിഫ്റ്റി 200 പോയിൻ്റ് മുകളിലോട്ട് പോയിട്ടും ബാങ്ക് നിഫ്റ്റി 300 പോയിൻ്റ് നെഗറ്റീവ് ആയിരുന്നു. മനസ്സിലായി? അപ്പോൾ നമ്മൾ നിഫ്റ്റിയെ മേലോട്ട് കൊണ്ടുപോയത് IT ആയിരുന്നു. ഇൻഫോസിസും TCSും നല്ല ശക്തമായി സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടാണ് നമ്മുടെ നിഫ്റ്റി ഇന്ന് മുകളിലോട്ട് പോയത്. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കൂടെ തന്നെ നമ്മളും താഴോട്ട് തിരിച്ച് വന്നിട്ട്. അപ്പോൾ നാളെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കുക. HDFCയും ICICIയും കോട്ടക്കിനും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. നോക്കിയിട്ട് മാത്രം നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ നമുക്കൊരു ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റേഞ്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സംഭവം എന്താ കണ്ടിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ഇത് ഒരു സപ്പോർട്ട് ലൈൻ. ഇത് ഓക്കെ, ഇത് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ടാണ്. ഇതൊന്നും മാറ്റാനില്ല. ഈ ലൈനുകളൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇതൊന്ന്, പിന്നെ അടുത്തത് നോക്കിക്കോട്ടെ. അടുത്തത് നമുക്ക് ഇത് വരയ്ക്കണം. വേണ്ട, ഇത് മതി. ഇതാണ് ഒന്നുകൂടെ അഭികാമ്യം. എൻ്റെ കണക്കിൽ ഇതാണ്. ഓക്കെ, അപ്പം ഇത്രയും ലെവലുകൾ നമുക്ക് കിട്ടി അല്ലേ? അപ്പം മാർക്കറ്റ് നാളെ ഇതാണ് ഇന്ന് ഓപ്പൺ ചെയ്ത ഗ്യാപ്പപ്പാണ് ഈ കാണുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഇന്ന് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഒരു മേജർ റെസിസ്റ്റൻസ് 56,097. അതാണ് ഇന്നത്തെ ഒരു മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമുക്ക് മാർക്കറ്റ് നാളെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും, ഇത് ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. മാർക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകാൻ നോക്കുക. താഴോട്ട് എങ്ങോട്ടാണെന്ന് നോക്കി. താഴോട്ട് മേജർ സപ്പോർട്ട് ഈ 54,473 താഴോട്ട് പൊട്ടിയാൽ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ താഴോട്ടൊരെണ്ണം വരയ്ക്കണമെങ്കിൽ ഇതാണ്ട് ഇതേ ഉള്ളൂ. ഇത്രയേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതൽ വരയ്ക്കാൻ പറ്റത്തില്ല. ഇതാണ് താഴോട്ട് വരയ്ക്കാനുള്ളത്. ഓക്കെ, അതിനുശേഷം ഇത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് ഇനി പോരും. വേണമെങ്കിൽ ഇടത്താവളമായിട്ട് ഇതോ അല്ലെങ്കിൽ ഇതിനെയോ കരുതാം. ഇതുകൂടെ ഒന്ന് വരച്ചിട്ടേക്കാം ചുമ്മാ അതുകൂടെ. ഓക്കെ, ഇത്ര നിന്നോട്ടെ. 600, 800. ഓക്കെ, ഇത്ര നിന്നോട്ടെ.
അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിക്ക് നാളെയുള്ള ലെവലുകൾ. നിങ്ങൾ സൂക്ഷിക്കുക. നാളെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതിന് വളരെയധികം സൂക്ഷിക്കണം. സൂക്ഷിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. ബാങ്കിങ് സെക്ടർ എങ്ങോട്ട് പോകുമെന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. അടുത്തത് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിഡ് ക്യാപ്പ് ഡേയിലോട്ടൊന്ന് വരാം. മിഡ് ക്യാപ്പ് ഡേയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കണ്ടോ, നമുക്കിതൊരു റെസിസ്റ്റൻസാണ്. ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 12,390. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, അടുത്ത ടാർഗറ്റ് 12,390 പിന്നെ ഈ ട്രെൻഡ് ലൈൻ നോക്കുക. ട്രെൻഡ് ലൈൻ ഏകദേശം 12,950 ആ റേഞ്ചിലെത്തും. 13,000 12,950 റേഞ്ചിലെത്തും ഈ സംഭവം. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ ആദ്യം നാളെ അടുത്ത ദിവസങ്ങളിൽ 12,390 പ്രധാനപ്പെട്ട ലൈൻ. 12,390 മുകളിൽ എന്ത് സംഭവിക്കുന്നത് നോക്കിയിട്ട് മാത്രം ബാക്കി ഫർദർ നോക്കുക, അല്ലെങ്കിൽ ഫോൾ വരുന്നത് നോക്കുക. ഓക്കെ, എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സംഭവം ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒരു സേഫായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, സേഫായിട്ട്. ഓക്കെ, അത് ഒരു സ്റ്റോക്കല്ല, അല്ലാതെ തന്നെ നമുക്ക് ഒരു ചെയ്യാം. പക്ഷെ അത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും. കാരണം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അവർ ജോയിൻ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് അവർ നമ്മളോട് ഐക്യദാർഢ്യം കാണിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും ആ വീഡിയോ ചെയ്യുന്നത്. ഒരു സേഫായിട്ട്, നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ സേഫായിട്ട് അത്യാവശ്യം നമ്മൾക്കുള്ള പിന്നെ ബാങ്കിൽ ഇടുന്ന FD അത്യാവശ്യം റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്, അതിനെപ്പറ്റിയാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം. അപ്പോൾ നിങ്ങൾക്ക് അത് മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ചെറിയൊരു വീഡിയോ ആയിരിക്കും, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ അത് വേണ്ടവർക്ക് നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളത് ജോയിൻ ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കിട്ടും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വലിയ ഇതൊന്നുമില്ല. 88 രൂപ 85 രൂപ എങ്ങാണ്ടേ ഉള്ളൂ യൂട്യൂബ് അത്രയും കണ്ട വെച്ചേക്കുന്നത്. ഞാനല്ല, യൂട്യൂബ് വെച്ചേക്കുന്നതാണ്. ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് ആകാനുള്ള ഒരു ക്രൈറ്റീരിയ. അതുപോലെ തന്നെ എന്നോട് പലരും പേഴ്സണലായിട്ട് നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ഞാൻ വളരെ പേഴ്സണലായിട്ട് ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ എപ്പോഴും പറയുന്നു, ന്യായമായ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ബുക്ക് ചെയ്ത് മാറുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ BL ആയാലും അങ്ങനെ പല സ്റ്റോക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയാൽ ബുക്ക് ചെയ്ത് മാറുക. പണ്ടത്തെ മാതിരി ലോങ് ടൈമിലേക്കൊക്കെ പിടിച്ചു വെച്ച് അങ്ങനെ ഡബിളും ത്രിബിളും ഒന്നും ആകുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 10, 15, 20% കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഡിഫൻസിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്തായിരുന്നു. പലരും പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് നല്ല രീതിയിൽ, അതായത് ഒരു മോത്തിലാൽ ഓസ്വാളിൻ്റെ ഒരു ഡിഫൻസ് ഫണ്ട് ഞാൻ പലർക്ക് പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്തായിരുന്നു, പലരും എന്നോട് ചോദിച്ചവർക്കൊക്കെ. അതും നല്ല രീതിയിൽ ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് തന്നെ ഒരു 10, 15, 18% റിട്ടേൺ ഓൾറെഡി അത് ഇപ്പോൾ നിലവിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞതിന് താല്പര്യം, മ്യൂച്വൽ ഫണ്ടൊക്കെ പിന്നെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, കുഴപ്പമില്ല. അല്ലാത്തതൊക്കെ നിങ്ങൾ ന്യായമായ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ അല്ലാതെ ഒറ്റയടിക്ക് മാർക്കറ്റ് ചെയ്ത് 25,000, 30,000 ഒന്നും പോകുന്നൊന്നും ആരും ധരിക്കണ്ട. താഴേക്ക് വന്നതിന് ശേഷം സമ്മാനം മേടിച്ചിട്ട് മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എല്ലാവരും, ഞാൻ പൊതുവായിട്ടങ്ങ് പറയുന്നേ ഉള്ളൂ, എല്ലാവരും പേഴ്സണലായിട്ട് പറയുന്നതിനേക്കാൾ നല്ല പൊതുവായിട്ട് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നോക്കി കണ്ട് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെയുണ്ട്. പഴയ ആൾക്കാരും വേണ്ട, അപ്പുറത്ത് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണത്. നിങ്ങളത് അവിടെ പഴയ ആൾക്കാർ ക്ലിക്ക് ചെയ്യില്ലേ, അപ്പം വേണ്ടവർക്ക് അവിടെ ജോയിൻ ചെയ്യാൻ. ലൈവിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ അപ്ഡേഷൻസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.